ഹായ്, പുതിയലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് മാർക്കോ റിവ്യൂലോട്ടാണ്. ഈ ഒരു പടം ഇറങ്ങുന്നതിന് മുമ്പ് അവർ പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രൊമോഷൻ അല്ല, അതിന് മുമ്പേ വന്നതാണ്. അവർ പ്രൊമോഷൻ കൊടുത്തതിന് മുമ്പേ വന്നതാണ്. കേരളത്തിൻ്റെ, മലയാളത്തിൻ്റെ തന്നെ, അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ ഏറ്റവും വലിയ വയലൻസ് മൂവി വരാൻ പോകുന്നുണ്ടെന്ന്. ആ പേരിനോടൊപ്പം ഒരു ഹൈപ്പ് പോലും കുറയാതെ പടം വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ആദ്യം ഒരു തെറ്റ് തിരുത്താനുണ്ട്. ഞാൻ ഇതിൻ്റെ ടീസർ വന്നപ്പം ഞാനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പടം ചിലപ്പം പാളാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ആ ഒരു തെറ്റ് ഞാനിവിടെ തിരുത്തിക്കൊണ്ട് റിവ്യൂലോട്ട് പോവുകയാണ്. ഡയറക്ടർ, റൈറ്റർ ഹനീഫ് ആദേനി, ഈ പുള്ളിക്കാരൻ്റെ കയ്യിൽ ഈ ഒരു സ്ക്രിപ്റ്റ്, ഈ ഒരു സാധനം കയ്യിലുണ്ടായിട്ടാണോ ഇതിനു മുമ്പ് കയറി രാമചന്ദ്രൻ ആൻഡ് ബാസ് എന്ന് പറയുന്ന ആ ഒരു സിനിമ കൊണ്ടുപോയി കൈ വെച്ചേക്കുന്നത്? നല്ല കിടിലൻ മേക്കിങ്. പടം തുടങ്ങുന്നത് തൊട്ട് ഞാൻ പറയാം, കഥയല്ല, സ്പോയിലറൊന്നുമില്ല. പടം ചെറിയ രീതിയിലാണ് തുടങ്ങുന്നത്. അതിനകത്ത് നോക്കുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് BGM ചെയ്തിരിക്കുന്നത് രവി ബസ്രൂർ. നല്ല കിടിലൻ BGM. അതായത് തുടക്കം അങ്ങോട്ട് തുടങ്ങി ടൈറ്റിലൊക്കെ എഴുതി കാണിക്കുന്നതൊക്കെ നല്ലൊരു സോങ്ങിക്കൂടാണ്. സോങ്ങിക്കൂടെ അങ്ങോട്ട് തുടങ്ങി കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ കളർ ഗ്രേഡിങ്, ആ മേക്കിംഗ് സ്റ്റൈലൊക്കെ വന്നിട്ടുണ്ട്. മേക്കിംഗ് സ്റ്റൈലൊക്കെ കിടിലൻ മേക്കിങ്. പക്ഷേ നമുക്ക് ആ ഫസ്റ്റ് ഹാഫിലോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രതീക്ഷ പോയത് കിട്ടുമോ ഇല്ലയോ എന്ന് വെച്ചാൽ, അത് ഇത്രയും ഒരു പ്രൊമോഷൻ കൊടുത്തിട്ട് ഇതിനകത്ത് എവിടെ വയലൻസ് തോന്നുന്നു തുടക്കമൊക്കെ. അതായത് സാധാരണ ഒരു തെലുങ്ക് സിനിമയിലും ഒരു കൊമേഴ്ഷ്യൽ പടങ്ങളിലൊക്കെ വരുന്നതിൻ്റെ കൂട്ട് തന്നെ അങ്ങോട്ട് തുടങ്ങി ഒരു കുറച്ച് ഭാഗം വരുമ്പോൾ ഉണ്ണിമുകുന്ദൻ മാർക്കോയെ കാണിക്കുന്നുണ്ട്. മാർക്കോയെ കാണിക്കുന്ന ഇൻട്രോ ഒന്നും എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല. സെക്കൻഡ് ഇൻട്രോ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് എന്നുവെച്ചാൽ ഒരു ഇടയ്ക്കൊരു സിനിമ കണ്ടവർക്ക് മനസ്സിലാവും, ഞാനത് പറയുന്നില്ല. ആ ഒരു ഇൻട്രോ കുറച്ചുകൂടെ ഒന്ന് നന്നാക്കായിരുന്നു തോന്നി. പക്ഷേ അത് കഴിഞ്ഞ് അങ്ങോട്ട് ഒരു സൈഡ് ഇച്ചിരി പൊങ്ങി കുറച്ച് പോകുമ്പോൾ അങ്ങ് താന്ന്. ഇതിനകത്ത് എവിടെ വയലൻസ്, കുറച്ച് ഫാമിലി പാസവും കുറച്ച് ഇതും എല്ലാം കൂടെ കയറ്റിക്കൊണ്ട് വന്നിട്ട് ഇതിനകത്ത് എവിടെ വയലൻസ് തോന്നുന്നു. നമുക്ക് അതാ വേണ്ടത്, വയലൻസ് വേണം. വയലൻസ് കാണാൻ വേണ്ടി ഇങ്ങനെ ഇരുന്ന് ഫസ്റ്റ് ഹാഫിൽ വയലൻസിന് കുറച്ച് തൃപ്തിയായെന്ന് പറഞ്ഞാൽ ആ ഇൻ്റർവെൽ ആവുന്ന സമയത്ത് ഒരു ഫൈറ്റ് ഉണ്ട്. അവിടെ തൊട്ട് പടം അങ്ങോട്ട് കയറും. അത് ഉണ്ണിമുകുന്ദനെ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫൈറ്റ് സീൻ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും. എന്നുവെച്ചാൽ നമുക്ക് ഒരു ഈ കില്ലിനൊക്കെ വെച്ച് ഇതും കൂടെ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇതാ കുറച്ചുകൂടെ മികച്ചതായിട്ട് തോന്നി വയലൻസ് തോന്നുന്നത്. കില്ലിൻ്റെ മുമ്പിൽ എനിക്ക് ഒന്നും അല്ലെന്ന് തോന്നും. പിന്നെ ചില സീനുകൾ കില്ലിൻ്റെയൊക്കെ കോപ്പി അടിച്ച് കയറ്റിയിട്ടുണ്ട്. എങ്കിലും അത് പ്രശ്നമല്ല, പടത്തിന് അതൊന്നും പ്രശ്നമല്ല. സിനിമാട്ടോഗ്രാഫി, ക്യാമറ ചെയ്തിരിക്കുന്നത് ചന്ദ്രു സെൽവരാജ്. കിടിലൻ വർക്ക്. മ്യൂസിക് എല്ലാം ഞാൻ പറഞ്ഞല്ലോ, മ്യൂസിക്കൊക്കെ കിടിലൻ മ്യൂസിക്. ഒരിടത്ത് പോലും നമുക്ക് ആ ഒരു രംഗത്തിന്, അതായത് സീൻ അനുസരിച്ച് ചേർന്ന് എടുത്തിട്ടുണ്ട്. നല്ലോണം പണി എടുത്തിട്ടുണ്ട് ഇവർ. ഈ പ്രൊമോഷൻ കൊടുത്തതിന് പണി എടുത്തിട്ടുണ്ട്. ചിലതൊക്കെ ഇതേപോലെയല്ല, ചില കൊട്ടിക്കോശിച്ച് ഇറക്കിയ സിനിമകളൊക്കെ കണ്ടു കാണുമല്ലോ, അതനുസരിച്ച് ഉയർന്നിട്ടില്ല. പക്ഷേ ഇതവർ, എനിക്ക് ചെറിയൊരു തൃപ്തി കുറവുണ്ടെന്ന് പറഞ്ഞാൽ ആ ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു ഇൻ്റർവെല്ലിന് മുമ്പ് വരെയുള്ള ഒരു ഭാഗം മാത്രമേ ഉള്ളൂ എനിക്ക് ചെറിയൊരു തൃപ്തി കുറവ്. അത് കഴിഞ്ഞിട്ട് ഇൻ്റർവെല്ലിൽ നല്ലൊരു, ഞാൻ വിചാരിച്ച ഇൻ്റർവെല്ലിൽ നല്ലൊരു ഫൈറ്റ് കാണിക്കുന്നുണ്ട്. ആ ഫൈറ്റ് തന്നെ സെക്കൻഡ് ഹാഫിലും കാണാൻ പറ്റുമെന്നൊക്കെ തോന്നിയുള്ളൂ. സെക്കൻഡ് ഹാഫിലോട്ട് തുടങ്ങി സെക്കൻഡ് ഹാഫ് ഷൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് തീർന്നത്. സെക്കൻഡ് ഹാഫ് ആ ഒരു വീട്ടിൽ വെച്ചൊരു സീനുണ്ട്. സത്യം പറയുള്ളൂ, എനിക്ക് ഈ ഒരു പടം കണ്ടു തീർത്തത് പാടുപെട്ട. കാരണം എന്ന് പറഞ്ഞാൽ വയലൻസ് അതേപോലെ ബ്രൂട്ടൽ വയലൻസ് ആണ്. കാരണം അത് എനിക്ക് ഒരു പരിധി കൂടുതൽ, വയലൻസ് ഇഷ്ടമാണ്, പക്ഷേ അത് പരിധി കൂടുതലായി കഴിയുമ്പം നമുക്കതൊരു വല്ലാതെ തോന്നും. എനിക്ക് ഇത് ഇഷ്ടപ്പെടുന്നവർ കാണും, പക്ഷേ എനിക്ക് സിനിമയിലല്ല പറയുന്നത്, എനിക്ക് അത്ര എനിക്കങ്ങ് വല്ലായ്മ തോന്നി ആ ഒരു വയലൻസ് കണ്ടിട്ട്. അങ്ങോട്ട് ഉണ്ണിമുകുന്ദൻ്റെ ഒരു സെക്കൻഡ് ഹാഫ് ഒരു പകുതി കഴിഞ്ഞിട്ട് ഉണ്ണിമുകുന്ദൻ്റെ ഒരു ഒരു അഴിഞ്ഞാട്ടം ആണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇത് അറിയാം, A സർട്ടിഫിക്കറ്റ് പടവാണ്. കാരണം ഈ കൊച്ചു പിള്ളേർ, 18 വയസ്സിൽ താഴെയുള്ള പിള്ളേരും അങ്ങനെ ഈ വയലൻസിനെ പേടിയുള്ളവരും ഒക്കെ ഒന്നും കയറാതിരിക്കണമെന്ന് ഇവർ ഈ ഇതുപോലെ പ്രൊമോഷന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ ചെന്നപ്പം ഇൻ്റർവെല്ലൊക്കെ ആവുന്ന സമയത്ത് ഒരു ഫാമിലി ഓഡിയൻസ് അവിടെ ഇരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു പെൺകൊച്ചും ഉണ്ട്. അപ്പോൾ അവരുമൊക്കെ ആയിട്ട് ഈ പടം സാധാരണ ടിക്കറ്റ് കൊടുക്കാതിരിക്കുക. കാരണം ഇത് അത്രയ്ക്കും ഒരു, എന്ന് വെച്ചാൽ തിയേറ്ററിൻ്റെ അടുത്തുകൂടെ പോലും പോകാതിരിക്കുക. കാരണം ഫാമിലി ഓഡിയൻസ് അതേപോലെ ബ്രൂട്ടൽ. എന്ന് വെച്ചാൽ ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് വേണമെങ്കിൽ കയറിക്കോ, അതുപോലെ ബ്രൂട്ടൽ. എനിക്കിത് ഒരു വട്ടം കണ്ടു തീർക്കാൻ പറ്റ പാട് എനിക്കറിയാം. ഇനി എനിക്കത് രണ്ടാമത് കാണാൻ എനിക്ക് പറ്റത്തില്ല. കാരണം ആ ഒരു വീട്ടിൽ വെച്ച് കുറച്ച് സീനുകളുണ്ട്, എൻ്റെ അമ്മോ. ഞാനത് കണ്ടിട്ട് ഞാൻ 2-3 സീനി ഞാൻ കണ്ണ് അടച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ നിങ്ങൾ കണ്ട് തന്നെ എക്സ്പെരിമെൻറ്റ് ചെയ്യുക. ടോട്ടലി അതിൻ്റെ ഉണ്ണിമുകുന്ദൻ്റെ ഫൈറ്റൊക്കെ നല്ല കിടിലൻ ഫൈറ്റൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ അത് മേക്കിംഗ് ചെയ്തിട്ടുണ്ട്. ചില കറങ്ങി വരുന്ന ചില ഷോട്ടുകളൊക്കെ ഉണ്ട്, ഗൺ ഷോട്ടുകളുണ്ട്, എല്ലാം കിടില. പിന്നെ ഉണ്ണിമുകുന്ദൻ്റെ ആ പഞ്ച് ഇടിക്കുമ്പോൾ കിട്ടുന്ന ഒരു പഞ്ചുണ്ട്. ചിലവരുടെയൊക്കെ ഇടി കിട്ടുമ്പോൾ നമുക്കറിയാം ചില ഷോട്ടിൽ ഇടി അടുത്തൂടെ പോലും പോകത്തില്ലായിരിക്കും. പക്ഷേ ഇത് നമുക്കൊരു ഇവിടെ ഇടി കൊടുക്കുമ്പോൾ ആ ഇടി കൊള്ളുമ്പോൾ ഒരു പഞ്ചുണ്ട്, അത് നമുക്ക് ഫീൽ ചെയ്യും. ആ ഇടി കൊള്ളുന്നത് ഫീൽ ചെയ്യും. പിന്നെ വില്ലനായിട്ട് വന്ന 2 പേരുണ്ട്. ഒരുത്തനെ നമുക്ക് ഈ കില്ലിനകത്താണെങ്കിൽ കുറച്ച് പരിപാടി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു.
വില്ലന്മാരുടെ പരിപാടിയൊക്കെ കൊടുക്കുന്നത് ആ ഒരു അതുവരെ കിട്ടാതിരുന്നത് ആ വീടിൻ്റെ അവിടെ തൊട്ട് നമുക്ക് അങ്ങോട്ട് തോന്നും അങ്ങോട്ട് ഇടിച്ച് കൊടുക്കും. പക്ഷേ വില്ലനെ അങ്ങനെ കൊല്ലാൻ പാടില്ലായിരുന്നു. അത്രയും അത് ചെറിയ രീതിയിൽ അങ്ങ് കൊന്നതിൻ്റെ കൂട്ട് അതിനെക്കാട്ടിലും കൂടുതൽ രീതിയിൽ കൊല്ലണമെന്ന് നമുക്ക് തോന്നും. ആ സീനൊക്കെ നിങ്ങൾ എന്തുമായാലും സിനിമ കാണുമ്പോൾ സെക്കൻഡ് ഹാഫിൽ കാണുമ്പോൾ ഒന്ന് മനസ്സിലാവും. ഈ ക്രിസ്മസിന് ഇനി ഫാമിലി ഓഡിയൻസ് ഇതിന് കയറുവാണെങ്കിൽ ഒന്നീ തല ഇറങ്ങി വീഡിയോ എന്നിട്ട് ആംബുലൻസും കൂടി തിയേറ്ററിൽ കൊണ്ടുപോകേണ്ടി വരും. അതേപോലെ ചിലവർക്ക് വല്ലായ്മയാവും ചോര കണ്ട് തല കറങ്ങിയോ അത് ഛർദ്ദിക്കുകയോ ചെയ്യുന്നവർ ഈ പടത്തിന് കയറാതിരിക്കുക. അതേപോലെ ഉള്ള പരിപാടികൾ കാണിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് പടം കൊള്ളാം. വയലൻസിന് വേണ്ടി പ്രൊമോഷൻ കൊടുത്തില്ലല്ലോ, അത് വേണ്ടി അതിന് കാണാൻ വേണ്ടി മാത്രം പടം നല്ല രീതിയിൽ ആക്കിയിട്ടുണ്ട്. അപ്പം ഇതുപോലെ തന്നെ മുന്നോട്ട് പോവുക. അതായത് ഹനീഫ് അദേനി ഇതേപോലെ തന്നെ മുന്നോട്ട് പോവുക. പടം ഉണ്ണിമുഖത്തിന് നല്ല പറയുക കിട്ടുവാണെങ്കിൽ പുള്ളിക്കാരൻ വേറെ ലെവലിൽ പോകും. വെച്ചാൽ മലയാള സിനിമയിൽ നല്ലൊരു മാസ് എന്ന് പറഞ്ഞാൽ ഫൈറ്റ് ചെയ്യാൻ നല്ലൊരു ആക്ടർ ഉണ്ടെന്ന് പറഞ്ഞാൽ കുറവാണ്. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ജനറേഷനിൽ ഉണ്ണിമുഖത്തിനൊക്കെ വരുവാണെങ്കിൽ നല്ലവരുടെ കിട്ടുവാണെങ്കിൽ പുള്ളിക്കാരനെ വേറെ ലെവലിൽ കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഇത്രയേ ഉള്ളൂ. എനിക്ക് പടം കൊള്ളാം, നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ബ്രൂട്ടൽ വയലൻസ് സഹിച്ചിരുന്ന് കാണണം. എനിക്ക് ഇനി ആ ഒരു വീട്ടിൻ്റെ ചില സിനിമകൾ നമുക്ക് കാണുമ്പോൾ ആ ഒരു കുറച്ച് ഭാഗങ്ങൾ, അതായത് എന്ന് നിൻ്റെ മൊയ്തീനകത്ത് അവസാനത്തെ ഒരു സീൻ എനിക്ക് കാണാൻ പറ്റത്തില്ല. അത് ഒരു വട്ടം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ കാണാൻ പറ്റത്തില്ല. അതേപോലെ എനിക്ക് ഈ ഒരു വീട്ടിനകത്ത് കുറച്ച് സീൻ കാണിക്കുന്നുണ്ട്. അത് പിന്നെ എനിക്ക് ഇനി എനിക്കത് കാണണ്ട. എനിക്ക് കാണാമെന്ന് പറഞ്ഞാൽ എനിക്ക് മതിയായി. അത് ഇനി ഞാൻ ഇവിടെ OTT വന്നാലും എനിക്ക് അത്രയും ഭാഗം എനിക്ക് കാണണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. എന്നുവെച്ചാൽ എൻ്റെ മാത്രം അതുപോലെ കാണിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ അവസാനം ഒന്ന് ഇട്ടേക്കാം, അതും കൂടെ ഒന്ന് കാണണം. ഇതിനു മുമ്പ് ഞാൻ പുഷ്പയുടെ മേക്കിംഗ് വീഡിയോ അവസാനം ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഫുള്ള് കണ്ടോന്ന് അറിയത്തില്ല, ഇച്ചിരി ലെങ്ത് കൂടിയതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഞാൻ അവസാനം ഒന്ന് ഇട്ടേക്കാം, കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നത്. ബൈ. മാർക്കോ മേക്കിംഗ് വീഡിയോ ചെയ്യാൻ കുറേ ബുദ്ധിമുട്ടി. ആദ്യം പടം കണ്ടിട്ട് വന്നപ്പം ഒരു ഷിങ്കാർ കിട്ടി. ഷിങ്കാർ കയറി വാങ്ങി ലേഡി സെൻറ്ററിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് നേരെ വന്നപ്പം വായൊന്ന് ചുമപ്പിക്കണമല്ലോ, അതിന് വേണ്ടി അടുത്തുള്ളൊരു കടയിൽ പോയി ഒരു വെറ്റയും ഒരു പാക്കും വാങ്ങി. അത് നല്ല രീതിയിൽ ചുമന്നില്ല, എന്തായാലും ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്തായാലും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. ബായ്.